ഹായ് ഫ്രണ്ട്സ്, ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടിനെ ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയം ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം തീർച്ചയായും ഇത് മതേതര ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ സംവിധാനങ്ങളും ബി.ജെ.പിയുടെ മൃഗീയ ഭൂരിപക്ഷം തിരുത്തി എഴുതുമെന്ന് സന്ദേഹം തോന്നിയപ്പോ ജനങ്ങൾ കൊടുത്തു ബി.ജെ.പിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. 400 കടക്കും ഞങ്ങൾ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ നരേന്ദ്ര ദാമോദർജിക്ക് ഈ ട്രീറ്റ്മെന്റ് ആവശ്യമായിരുന്നു. അതേസമയം തന്നെ ഇന്ത്യ ഡിസേർവ്സ് എ സ്ട്രോങ് ഗവൺമെന്റ്, ശക്തമായ ഒരു ഗവൺമെന്റ് ഇന്ത്യ അർഹിക്കുന്നു. ശക്തമായ ഒരു പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദരനെ ഇന്ത്യ കൈവിട്ടില്ല. ഞങ്ങൾ കേരളം പിടിക്കുമെന്ന് 2 വർഷം മുൻപേ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഒരു സീറ്റ് പിടിച്ചു. അപ്പോ കാൽച്ചൂട്ടിലെ മണ്ണ് നല്ല ശതമാനം ഒഴുകിപ്പോയി. യു.പിയിൽ അടുത്തെത്തി മറ്റു പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും. ഹിന്ദി ഹൃദയഭൂമിയില് കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ഈ ലോക്സഭാ ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 293 NDA സഖ്യം നേടിയപ്പോ 232 സീറ്റുകൾ നേടി ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു. അതിലുപരി ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവാൻ പോകുന്നു. ഭരണപക്ഷത്തിന് തങ്ങളുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് ഇന്ത്യയെ മാറ്റിമറിക്കാനാവുകയില്ല. അതെ, ജനാധിപത്യത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ശക്തമായ ഗവൺമെന്റും ശക്തമായ പ്രതിപക്ഷവും ആവശ്യമാണ്. അതാണ് ലോക്സഭാ ഇലക്ഷൻ നൽകുന്ന പാഠം 1.